ഇല്ല അല്ല, ഈ എപ്പിസോഡിലല്ലേ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട്? അയ്യോ, ഞാൻ ഗുഡ് ടൈം കുറെ പേര് ചോദിക്കുന്നുണ്ട് ശരിക്കും എന്റെ കല്യാണം കഴിഞ്ഞോ. അത് എല്ലാവർക്കും കാണുന്ന സ്വബോധമുള്ളവർക്കൊക്കെ മനസ്സിലാവുന്നുള്ളതല്ലേ. അത് ഉപ്പുമുളകിൽ നമ്മളൊരു ആ ഒരു എപ്പിസോഡായിട്ട് ചെയ്തു തന്നു. ദൈവത്തെ ഓർത്ത് ആരും മെസ്സേജ് അയക്കുന്നത് ശരിക്കും കല്യാണം കഴിഞ്ഞോ എന്താന്നൊക്കെ ചോദിച്ചോണ്ട് അങ്ങനെ നേരത്തെ കൺഫ്യൂഷൻ ആയത്. കല്യാണം കഴിഞ്ഞിട്ടില്ല. ചേട്ടൻ തോന്നുന്നു കല്യാണം കഴിക്കുള്ള പ്രായമായിന്ന്. അല്ല, പുള്ളി ഉദ്ദേശം അതല്ല. സോഷ്യൽ മീഡിയയിൽ അങ്ങനൊന്നുമില്ല കേട്ടോ. എനിക്ക് ഇപ്പോഴൊന്നും കല്യാണം കഴിക്കാൻ വലിയ ആഗ്രഹമൊന്നുമില്ല. അത് മുളകിന്റെ എപ്പിസോഡില് നമ്മളൊരു ഫോട്ടോസൊക്കെ വന്നല്ലോ. അതൊത്തിരി കുറച്ച് ട്രെൻഡ് ആയിരുന്നു. പക്ഷെ ഇല്ല, അങ്ങനൊന്നുമില്ല. നന്ദി. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ തന്നെ അറിയിക്കാം. ഇപ്പോഴൊന്നും അടുത്തൊരു 10 കൊല്ലത്തേക്ക് കല്യാണം നിങ്ങൾ പ്രതീക്ഷിക്കല്ലേ. ഇപ്പൊ തൽക്കാലം കോളേജ് മുളകും തന്നെ നല്ല ട്രീറ്റ് റണ്ണിങ് ആണ്. ഇപ്പൊ നോക്കാം വരാണെങ്കിൽ. ഡയറക്ഷൻ അങ്ങനെ ഇതിലേക്ക് വരുന്നുണ്ടോ? സ്ക്രിപ്റ്റ് റൈറ്റിംഗോ അങ്ങനെ ആ ഒരു മേഖലയിലേക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ ചെയ്യാനായിട്ട്? ഇപ്പൊ എന്ത് കണ്ടന്റ് അല്ലെങ്കിൽ എന്റെ യൂട്യൂബിലെ കണ്ടന്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നല്ലാണ്ട് അങ്ങനെ ബിഗ് സ്കെയിലേക്കൊന്നും ഞാൻ എഴുതുകൊണ്ട് ഇറക്കൊന്നും ചെയ്തില്ല. അതിനുള്ള കഴിവൊന്നും തന്നിട്ടില്ല. തൽക്കാലം ഇങ്ങനെയൊക്കെ പോക്കോളാം. പക്ഷെ നിങ്ങളൊക്കെ അല്ലേ സ്ക്രിപ്റ്റ് ചെയ്ത ഉസ്താദുക്കള് ഒരു ടാഗ്ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ സമൂഹം മുഴുവൻ അങ്ങനെ ഞെട്ടിത്തിരിച്ച് നിൽക്കും. എന്തായി എഴുതി വെച്ചേക്കണൊക്കെ വെച്ചാൽ ഞാൻ തന്നെ ഞെട്ടി പോർന്നെ എന്നെ പറ്റി എഴുതിക്കുന്നതൊക്കെ. എങ്ങനെ ഇങ്ങനത്തെ ക്യാപ്ഷൻ ഒക്കെ ഉണ്ടാക്കാൻ പറ്റണേ? കമന്റ് ഒക്കെ വായിക്കാറുണ്ട് മിക്കപ്പോഴും പറ്റുന്നൊക്കെ. പിന്നെ നിങ്ങളായിട്ട് ആവശ്യത്തിൽ കൂടുതൽ ട്രോള് നമുക്ക് വാങ്ങി തരുന്നോണ്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് വ്യക്തികളുണ്ടല്ലോ, അവരോട് എന്താ പറയാനുള്ളത്? താങ്ക് യു. അതായത് ഇത്രയും ഒരു 11 years ആയിട്ടും നമ്മളിങ്ങനെ നമ്മുടെ അവരുടെ ഒപ്പം തന്നെയാണ് ഞാനും വളർന്നു വന്നിട്ടുള്ളത്. അപ്പം അവരുടെ വീട്ടിലെ രംഗത്തെ പോലെ കാണുന്നതിനും സ്നേഹിക്കുന്നതിനൊക്കെ ഒത്തിരി നന്ദി. താങ്ക് യു സോ മച്ച്. അത് ശരിക്കും പറയണം, ഒത്തിരി നന്ദിയുണ്ട്. ബിക്കോസ് ഈ ഒരു ഷോ നമ്മൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം നിർത്തരുത് എന്ന് പറയുന്ന ഒത്തിരി നല്ല പ്രേക്ഷകർ നമുക്കുള്ളത് അതുകൊണ്ട് തന്നെയാണ്. അതിന്റെ താങ്ക് യു സോ മച്ച്. 10 പ്രേക്ഷകരാണ് ഞെട്ടിയത് ഫോട്ടോ കണ്ടിട്ട്. പ്രത്യേകിച്ചും കുറച്ചുകൂടെ ഏജ്ഡ് ആയിട്ടുള്ള ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ കാണുന്നവർക്ക് അവർ കുറച്ചൊന്നും ഞെട്ടി. ഇവൻ എന്റെ ഗ്രാൻഡ് പാരന്റ്സ് ഒന്നും ഞെട്ടി. കുട്ടിക്ക് എത്ര വലുതായോന്നൊക്കെ നമുക്ക് റീടെലികാസ്റ്റ് ഒത്തിരി വരുന്നോണ്ട് ഞാനിപ്പോഴും വളർന്നു അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. അവര് ഉപ്പുമുളകും എന്ന് പറഞ്ഞ അവര് റിയലായിട്ട് ഇതാക്കുന്നതാണ്. അതുകൊണ്ടാണ് അവരത് വിവാഹം കഴിഞ്ഞെന്ന് ചിന്തിക്കുന്നത്. ചെറിയ കുട്ടി വിവാഹം കഴിക്കില്ല. മുടീനായിട്ട് ഇപ്പൊ കോണ്ടാക്ട് ഒക്കെ ഉണ്ടോ? ശരി, ഭയങ്കര ഉത്തരവാദിത്തമുള്ള വീണ്ടും വരുന്നുണ്ട്. ഇപ്പോഴും നടക്കുന്നുണ്ട് ചേട്ടാ. ഫോർ യുവർ ഇൻഫർമേഷൻ അതിപ്പോഴും ടെലികാസ്റ്റ് ഉണ്ട്. നമുക്ക് ഈവനിങ് 6:30 ഷോ. അപ്പോ ചേട്ടൻ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണും. സീസൺ 3 രണ്ടും കാണും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തിരി മിസ് ഔട്ട് ആയി തോന്നുന്നു. എന്താ ചെയ്യാനാ, എല്ലാവരും അവിടെ പോകുമ്പോൾ ചേട്ടനൊക്കെ കൂടെ പോകുമ്പോ